മന്ത്രി വീണ്ടും പി പ്രസാദിനു ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല അതവിടെ പരസ്യമായി പ്രകടിപ്പിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. അത് വേദിയിൽ നിന്ന് ഞാൻ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ശിവൻകുട്ടി ഇറങ്ങിപ്പോകുന്നത്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ തന്നെ അപമാനിച്ചുവെന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ വൃത്തങ്ങൾ. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തതിന് ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും പൂർണ്ണ പിന്തുണ. വീണ്ടും ഒരു പോരിലേക്കാണോ ഇത്? പോരുമുറുകുകയാണോ? പോരിലേക്കാണ് എന്ന് പറയുമ്പോൾ ഗവർണർ പോരിലേക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ എപ്പോഴും പലപ്പോഴും പാളിപ്പോകുന്ന തരത്തിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിൽ വളരെ ക്ലാരിറ്റിയുള്ള പ്രതികരണമായിരുന്നു. അതിൽ വളരെ ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട ഏറ്റവും കൃത്യമായ നിലപാടാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി എടുത്തിരിക്കുന്നത്. അതൊരു പക്ഷേ പ്രോട്ടോകോൾ ലംഘനമായിരിക്കാം, പക്ഷേ അപ്പുറത്ത് അതിലും വലിയ ഭരണഘടനാ ലംഘനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളിത് ഒരു തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭാരതാംബ എന്താണ്? ഭാരതാംബ സങ്കല്പം അതെപ്പോൾ തുടങ്ങുന്നു? അത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ, അതിനു മുമ്പുണ്ടായ സാഹിത്യകൃതികൾ, ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഭാരതാംബ സാഹിത്യകാരന്മാരുടെ സൃഷ്ടിയായി വരുന്നുണ്ട്. അതിലെ സങ്കല്പത്തിനനുസരിച്ച് ഓരോ കയ്യിലും ഓരോ കാര്യങ്ങൾ വെച്ച് അത് ഓരോന്നും ഓരോ സങ്കല്പമായി വെച്ചുകൊണ്ടുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ തരത്തിലുള്ള സങ്കല്പം മാറി മാറി വന്ന് അതിൽ ഒരു കാവിക്കൊടി എഴുതിയ ഭാരതാംബ, ആ ഭാരതാംബ എന്ന് പറയുന്നത് RSSനെ മാത്രമല്ല സംഘപരിവാറിൻ്റെ എല്ലാ പരിപാടികളിലും വയ്ക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. ആ കാവിക്കൊടി ഇന്ത്യ ഭാരതാംബ എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ എങ്ങനെയാണ് വെക്കുക? ഗവർണർ എന്നുള്ളത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമാരായിട്ടാണ് എപ്പോഴും ഗവർണർമാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ എങ്ങനെയാണ് കേന്ദ്രത്തിന് വേണ്ടി ഈ ഏജൻസി പണിയെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല തരത്തിലും ഭരണത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ആർലേക്കറുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കേട്ടത്, ആദ്യമുണ്ടായ വിവാദത്തിന് ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി സർക്കാർ പരിപാടിയിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും അതാണ് വിശ്വസിച്ചത്. ഇപ്പോൾ രാജ്ഭവനിൽ നടത്തിയിരിക്കുന്ന പരിപാടിയാണ്. അവിടെ ആ പടം വന്നത് എന്നാണെന്ന് നമുക്കറിയാം. അവിടെ ഗുരുമൂർത്തി എന്ന RSS സൈദ്ധാന്തികൻ അവിടെ വരുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നു. അവിടെ മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്ന സമയത്താണ് ആ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ആ ചിത്രം അവിടെ ഉണ്ടാകും എന്ന് രാജ്ഭവൻ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മയപ്പെട്ടു എന്നും സർക്കാർ പരിപാടികൾ അതുണ്ടാവില്ല എന്ന് ഉറപ്പ് ലഭിച്ചു എന്നും പറയുന്നത്. ഇതിപ്പോൾ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല അല്ലേ? അങ്ങനെ പറയുമ്പോൾ രാജ്ഭവനിൽ നടന്നിരിക്കുന്ന പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല. ആ പരിപാടിയുടെ കടലാസ് അയക്കുമ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ആ പരിപാടി എന്ന് പറയുന്നുണ്ട്. അതിൽ ഭാരതാംബയെ വണങ്ങുന്നു എന്ന് എഴുതിയിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എപ്പോഴും അതിൽ വിളക്ക് കൊളുത്തുന്നതും എന്താണ് പുഷ്പാർച്ചന തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് എന്ന് ഇനി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി എല്ലാ മന്ത്രിമാരും അത് തിരിച്ചറിയണം. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതാംബയ്ക്കുള്ള പുഷ്പാർച്ചന തന്നെയായിരിക്കും. രാജ്ഭവനിലെ പരിപാടിയാണെങ്കിലും മനസ്സിലാക്കണം. കാരണം അത് ആ ഹാളിൽ നിന്ന് ആ ചിത്രം മാറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് പരിപാടി നടക്കുന്നു. ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ എത്തിയിരിക്കുന്നത് കുട്ടികളാണ്. ആ കുട്ടികൾക്കുള്ള പുരസ്കാര സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങാണ്. ആ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇതാണ് ഭാരതാംബ, കാവിക്കൊടിയെ ഇന്ത്യ ഭാരതാംബ എന്നൊരു സങ്കല്പം അങ്ങോട്ട് വെച്ച് നീട്ടുകയാണ്. അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതാണ്. അവരുടെ മനസ്സിനെ എത്രത്തോളം അത് മോശമായി സ്വാധീനിക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ആ കുട്ടികളെ കൂടെ കൂട്ടി ഇറങ്ങാൻ ആലോചിച്ചു എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഗവർണറെ അപമാനിക്കേണ്ട എന്ന് കരുതി ഞാൻ അവിടെ നിന്നു. പിന്നെ ഈ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പമൊക്കെ സാഹിത്യത്തിലൊക്കെ പറയാമെങ്കിലും നമുക്കൊരു ഭരണഘടനയുണ്ട്. ഭരണഘടനയാണ് ആത്യന്തികമായ കാര്യം. അപ്പോൾ ഈ പാട്രിയർക്കൽ രീതിയിൽ അമ്മയായി സങ്കല്പിക്കണം എന്ന രൂപത്തിലൊക്കെ അതിനെ കാണുന്നത് സാഹിത്യപരമായിട്ടൊക്കെ ആ രൂപത്തിൽ കാണാം. എന്നതിനപ്പുറം അതിൽ പാർട്ടി ചിഹ്നങ്ങൾ കൂടി വെച്ചുകൊണ്ട് അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന രൂപത്തിൽ പറയുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ അമിത്ഷായുടെ പ്രതികരണം കണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ഇത്രയും കടന്നുപോയ കാലം, അതിനുശേഷം ഈ വലിയ വികസനം എന്നൊക്കെ ഒരു വസ്തു അവകാശപ്പെടുമ്പോഴും ഇംഗ്ലീഷ് അറിയാത്ത മന്ത്രിമാർ എന്ന് വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷ് സംസാരിക്കാത്ത, ഇംഗ്ലീഷിനോട് വെറുക്കുന്ന ഒരു ഭാഷാ തീവ്രവാദം, അത് ഇംഗ്ലീഷിനോട് മാത്രമല്ല മറ്റ് എന്താ പറയുക വടക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ആ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ തമിഴുമായി ബന്ധപ്പെട്ട് തമിഴ് മാതൃകയ്ക്ക് ഞങ്ങൾ ആ ഭാഷ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് ഹിന്ദി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നാണ്, യൂണിഫോമിറ്റി വേണം എല്ലാത്തിനും എന്നുള്ളതാണ്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ സങ്കല്പം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ പിന്തുണയ്ക്ക് വേണ്ടി നമ്മുടെ ഇവിടെ സംഘം പോയല്ലോ. അങ്ങനെ സംഘം പോകുമ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ പല ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ കനിമൊഴി നൽകിയ മറുപടിയുണ്ട്.
നിങ്ങളുടെ രാഷ്ട്രഭാഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രഭാഷ എന്നുള്ളതിനപ്പുറം ഞങ്ങൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശമെന്ന് മറുപടിയാണ് അവർ നൽകുന്നത്. മനോഹരമായ മറുപടി അവർ നൽകുന്നു. അപ്പോൾ ആ തരത്തിൽ ഇവിടെ എല്ലാം ഒരേ രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒന്ന് മതി എന്ന തീരുമാനമുണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഭാരതാംബ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സങ്കല്പം, മതി രാജ്യത്തിൻ്റെ സങ്കല്പം. അവർക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൊന്നും ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യം, ഞങ്ങൾ പറയുന്ന ചരിത്രം പഠിച്ചാൽ മതി എന്ന പാഠപുസ്തകത്തിലൂടെ നടത്താൻ ശ്രമിക്കുന്നു. അതുപോലെയുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടത്. ഇതിൽ ഇനി മന്ത്രിമാർ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഗവർണറുടെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് പോകുമ്പോൾ ഇനി എന്താണ് സർക്കാർ തീരുമാനമെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു കടുത്ത നിലപാടിലേക്ക് ഉറപ്പായിട്ടും ഇടതുപക്ഷത്തിന് പോകേണ്ടി വരും. CPM മന്ത്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ ഇപ്പോൾ പ്രതിഷേധം കാണിച്ചത് P. പ്രസാദാണ് ആദ്യമെങ്കിലും CPM-നാണ് കുറച്ചുകൂടി ക്ലാരിറ്റി അതിലുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിനുശേഷം നടന്ന പ്രതിഷേധത്തിലും ഒരു ഭാരതാംബയെ വണങ്ങിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് പറഞ്ഞുകൊണ്ടാണ് CPI പ്രതിഷേധിച്ചത്. അത് പിന്നീട് അപ്പോൾ എന്ത് ഭാരതാംബ, CPI പ്രതിഷേധിച്ചത് എന്ത് ഭാരതാംബ, ഞങ്ങൾക്ക് ഭാരതാംബയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അല്ല, MP ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല, അതല്ലല്ലോ പ്രധാനമെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ക്ലാരിറ്റി CPM-നുള്ള അത്ര ക്ലാരിറ്റി CPI-ക്ക് ഉണ്ടായത്. CPM ആ ഓളത്തിനങ്ങ് പോയി, പിന്നീട് ഒരു പരിപാടിയിൽ അത് പടം വയ്ക്കാൻ പോയത് പിൻവലിച്ചു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പോര് തുടങ്ങിയിരിക്കുന്ന ഗവർണറാണ്. ഈ പോര് ഗവർണർ ഇങ്ങോട്ട് തുടങ്ങിയാണെങ്കിൽ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM-ഉം ചേർന്നിട്ടുള്ള ഈ ഇടത് സർക്കാർ അതിനോട് ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.